ഗൈസ് ആടപാടം മൂഞ്ചിരിക്കുകയാണ് ഗൈസ്. നമ്മൾ പോകാൻ ഉദ്ദേശിച്ച ട്രെയിനിൽ ഇന്ന് ക്യാൻസലാണ്. ഇന്ന് ട്രെയിൻ ഓടുന്നില്ല. നമ്മൾ ഇവിടുന്ന് ഒരു തിരുവള്ളൂർ സ്റ്റാച്യുവിൻ്റെ വീഡിയോ എടുക്കുന്ന തിരക്കിലാണ്. ഫോട്ടോ വീഡിയോ പറഞ്ഞത് കന്യാകുമാരിയിലെ സീ ടവറിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് മഴ ടിക്കറ്റില്ല, അസലം മൂഞ്ചിരിക്കുകയാണ് ഗൈസ്. ഞാനതാണ് ആ 20 രൂപ ടിക്കറ്റ് എടുത്താൽ മാത്രമേ നമുക്ക് മുകളിലോട്ടേക്ക് കല്ലിൽ പാറക്കല്ലട മൊത്തം അല്ലേ, ഒരു പാറക്കല്ല്. അതായത് ശ്രീ പദാ മന്ദിരാണ് നിങ്ങൾ ഈ ഒരു കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സംഭവം കാര്യങ്ങൾ സഭ കാര്യങ്ങൾ കാണുമ്പോൾ വളരെ രസമാട്ടോ. തിരമാതിൽ അടിച്ചു വരുമ്പോൾ ആ ഒരു നീല തരത്തിലുള്ള ഒരു വെള്ളവും കാര്യങ്ങളുടെ മുകളിൽ പൂജയൊക്കെ ചെയ്തൊരു സംഭവം കാണും. എനിക്ക് തോന്നുന്നു വിവേകാനന്ദ അവിടുത്തെ അവസ്ഥ ചെരുപ്പ് വെച്ചേക്കാൻ പോവാണ് മോനെ. സുഖല്ല തിരിച്ച് സൈക്കോ ട്രാവലർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളങ്ങനെ കന്യാകുമാരിയിൽ മരുതവുമല ട്രെക്ക് ചെയ്ത് താഴെത്തിരിക്കുകയാണ്. നമ്മൾ നേരെ പോകുന്നത് കന്യാകുമാരിയിലോട്ടാണ്. കന്യാകുമാരി ബീച്ചും വിവേകാനന്ദ പാറയും ആ ഒരു സൺസെറ്റും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി നമ്മളിൽ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ മരുതവുമല ഇതാ അവിടെ കിടക്കുകയാണ്. അപ്പം ആ ഒരു വീഡിയോ കാണുന്നത് സെക്കൻഡ് എപ്പിസോഡാണ്. അപ്പം ആ ഒരു വീഡിയോ കാണാത്തവർ പെട്ടെന്ന് പോയി ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം നമ്മൾ ഇവിടുന്ന് ബസ് കാത്തിക്കാൻ വേണ്ടി പോകാം. ഇതാണ് ഹൈവേ. ഭയങ്കര ചൂടാട്ടോ എൻ്റെ പൊന്നെ. കേരളത്തിനുള്ളിൽ നല്ല ചൂട്, ഇവിടെ ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ നല്ല ബസ് കയറി കന്യാകുമാരി പോകും. ഇവിടുന്ന് 5 കിലോമീറ്റർ ദൂരമുണ്ട് കന്യാകുമാരിയിലോട്ട്. അപ്പോൾ നമ്മൾ ബസ് കയറി പോവാണ്. അത്രമേ എന്താന്ന് നിങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും ബസ് കാത്തിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ കന്യാകുമാരിയിലേക്ക് പോകുന്ന ബസ് കണ്ട് വരുന്നുണ്ട്. ഗായ്സ് അത് കന്യാകുമാരിയിലേക്ക് ബസ്സല്ല, അത് ഇങ്ങോട്ടേക്ക് പോകുന്ന ബസ്സാണ്. തിരിച്ചു പോയി കേട്ടോ. ഒരുത്തും നിർത്താണ്ട് പോയതാണ്. അവസ്ഥയാണ്. നോക്ക് അടുത്ത ബസ് വരുന്നുണ്ട്. അടുത്ത 2 ബസ് നിരക്കി വരുന്ന പിടിച്ച് കയറിക്കേ. നമ്മൾ മരുതമലയിൽ നിന്ന് കീനിട്ട് അവിടുന്ന് ബസ് ഇട്ട് ഇത്തിരി ബുദ്ധിമുട്ടി. കാരണം ബസ്സും കാര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. അങ്ങനെ കിട്ടിയ ബസ്സിന് കയറി പിടിച്ച് അവസാനം നമ്മൾ കന്യാകുമാരി സ്റ്റോപ്പിലോട്ട് കീനി. കന്യാകുമാരി സ്റ്റോപ്പിലോട്ട് ഏകദേശം ഒരു 7 കിലോമീറ്റർ ദൂരമുണ്ട്. ഒരാൾക്ക് 12 രൂപയാണ് റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പം ഒരു പള്ളിയിൽ കയറി. ഏകദേശം ഗോപ്രോന് ചാർജ് ഇല്ലായിരുന്നു. അപ്പോൾ ഗോപ്രോന് ചാർജും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരു പള്ളിയിൽ കയറി ചാർജൊക്കെ ചെയ്ത് നിസ്കരിച്ച് കീഴിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേഗത്തിൽ കാണുന്ന ഇതാണ് പള്ളി. കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 10 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ ഈ ഒരു പള്ളിൻ്റെ അടുത്തതാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മളിനി നേരെ പോകുന്നത് കന്യാകുമാരി ബീച്ചിലോട്ടാണ്. അപ്പോൾ ഇനി കന്യാകുമാരി പള്ളിൻ്റെ അവിടെ നിന്ന് ജമാ മസ്ജിദിൻ്റെ അവിടെ നിന്ന് ഇനി ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10-15 മിനിറ്റ് നടന്നാൽ മാത്രമേ നമുക്ക് ഇനി ബീച്ചിലോട്ട് എത്താൻ പറ്റൂ. വിവേകാനന്ദ പാറയും അതുപോലെ കന്യാകുമാരി ബീച്ചൊക്കെ ആ ഒരു സൈഡായിട്ടാണ് വരുന്നത്. നമ്മൾ കന്യാകുമാരി പ്രശസ്തമായിട്ടുള്ള ഔർസ്ട്രെയിൻ ലേഡി ഓഫ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ ചർച്ചിൻ്റെ മുമ്പിലാണ്. അപ്പോൾ ഇതാണ് ചർച്ച്. ആ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ചർച്ച് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മളെന്തായാലും ഇപ്പം അങ്ങോട്ടേക്ക് പോകുന്നില്ല. ഇപ്പം ജസ്റ്റ് ഇവിടെ അതിന് മുമ്പുള്ള കാഴ്ച ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാട്ടോ ബോർഡ്. പ്രവേശന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു വലിയ ചർച്ച കേട്ടോ. കുറച്ച് ഫേമസ് ആയിട്ടുള്ള ചർച്ചും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിനടുത്തായിട്ട്, അതായത് റോഡ് കയറുന്നതിൻ്റെ അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ഇത് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഒരു പ്രതിമയും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് കന്യാകുമാരി ബസ് സ്റ്റോപ്പാണ് എൻ്റെ പിറകെ കാണുന്നത്. അവിടുന്ന് ബസ് കഴിഞ്ഞിട്ട് ഇങ്ങനെ നടന്നു കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചർച്ച്. അതാണ് ചർച്ച് കേട്ടോ. ഒരുപാട് വർഷം പഴക്കമുള്ളൊരു പഴയൊരു ചർച്ചാണ്. നമ്മൾ നേരെ ബീച്ചിലോട്ട് പോയി കഴിഞ്ഞാൽ ബീച്ചിലോട്ട് എത്തും. ആ ബീച്ചിലോട്ട് പോവാണ് നമ്മൾ. അതായത് കന്യാകുമാരി ബീച്ചിൻ്റെ അടുത്തെത്തിയുണ്ട്. നമ്മുടെ പോലീസ് സ്റ്റേഷനൊക്കെ വലത്ത ഭാഗത്തായിട്ടുണ്ട്. ഇതാട്ടോ കന്യാകുമാരി ഗാന്ധി മണ്ഡപം, അതുപോലെ തന്നെ 2-3 സ്ഥലങ്ങളിലേക്ക് പോകാൻ ബോർഡും കാര്യങ്ങളും നമ്മളിവിടെ കാണാൻ വേണ്ടി പറ്റും. ഗാന്ധി മണ്ഡപം നേരെയും അതുപോലെ തന്നെ അങ്ങോട്ടൊക്കെ വഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും നമുക്ക് നേരെ ബീച്ചിൽ പോയിട്ട് അവിടുന്ന് വേറെ പരിപാടികളൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ ഈ തമിഴ്നാട്ടിലെ കന്യാകുമാരി മെയിനായിട്ടുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മാസ്കൊന്നും ആർക്കും നിർബന്ധമില്ല കേട്ടോ. ആരും മാസ്കും കാര്യങ്ങളൊന്നും ഇടുന്നില്ല. അവിടെ നമ്മൾ പിന്നെ മാസ്ക് ഒന്നും ഒഴിവാക്കി കേട്ടോ. നിറച്ചും ആളുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ബീച്ചിലോട്ട് പോകാൻ ഇഷ്ടംപോലെ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ മൊത്തം ചന്തകളാട്ടോ. ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ചന്തകൾ നമുക്ക് ഈ ഒരു കന്യാകുമാരി ബീച്ചിനെ പരിസരത്തായിട്ട് കാണാൻ വേണ്ടി പറ്റും. എന്നാന്ന് ഒച്ചുകളുടെ ശേഖരാട്ടോ ഇത്. ശംഖ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പേരൊക്കെ ചെയ്ത് നല്ല മൂത്തായിട്ടൊക്കെ തരും കേട്ടോ. ഈ ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് തരും. അതുപോലെ തന്നെ നമുക്ക് വ്യക്തമായിട്ടുള്ള ചന്തകൾ ഇവിടെ മെയിനായിട്ട് എനിക്ക് തോന്നുന്നു ശംഖുകളാണ് ഇവിടെ മെയിനായിട്ടുള്ളത് കേട്ടോ. പലതരത്തിലുള്ള ശംഖുകൾ
പ്രത്യേകിച്ച് ഇന്ത്യയുടെ അറ്റായത് കൊണ്ട് തന്നെ നമുക്ക് കടലാണ് മൊത്തം. കടലായതുകൊണ്ട് ഇഷ്ടംപോലെ ശംഖുകൾ കിട്ടും. അതൊരു മെയിൻ ബിസിനസ് ആക്കിയിട്ട് ഇവർ മാറ്റിയിരിക്കുകയാണ്. ശംഖിനൊക്കെ ഉള്ള പല മാലകൾ വേറെ നിങ്ങൾക്ക് മാലയില്ല വലയില്ല ഇത് വലകൾ വരെ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ വിവേകാനന്ദ പാറ നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ കാണും കേട്ടോ. ഇവിടെ ശംഖിനൊക്കെ ഉള്ള പലതരത്തിലുള്ള ഡിസൈനും കാര്യങ്ങളും നോക്കി നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ശംഖിനെ കൊണ്ടുള്ള ഇവിടെ ഈ ഒരു പരിസരത്തായിട്ട് കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഈ ഒരു ചന്തയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടത് ശംഖനെ അല്ലേ. ശംഖിനെ കൊണ്ടുള്ള പലതരത്തിലുള്ള ഡെക്കറേഷൻ മാലകൾ വളകൾ കാര്യങ്ങൾ ജസ്റ്റ് നോക്കി ഇത് നോക്കി നമുക്ക് മനസ്സിലാവും ഫുള്ള് ആ ഒരു ശംഖിനെ കൊണ്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കലാസൃഷ്ടി കലാരൂപത്തിൻ്റെ ഒരു പ്രൗഢി തരത്തിലുള്ളൊരു കാഴ്ചകൾ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റിയ.
നമ്മളിവിടെ കാണുന്നത് വലിയ മതിലും കാര്യങ്ങളൊക്കെയാണ്. അത് ഇവിടുത്തെ മെയിൻ ചായയും കുറേ കച്ചവടശാലകൾ ഇവിടെ ഉണ്ട് കേട്ടോ, ഒരുപാട്. ഇവിടെ മെയിനായിട്ട് കുറെ തത്തകളെ വെച്ചിട്ട് നമ്മുടെ ഭാവിയല്ലേ, ഭാവിയൊക്കെ നോക്കുന്ന ഒരുപാട് ചീറ്റൊക്കെ ഇവിടെ ഒരുപാട് ടീം നോക്കുന്നുണ്ട് ഇവിടെ ഈ ഒരു കൂട്ടത്തിൽ നിന്ന്. നമുക്ക് എന്തായാലും തിരുമണം ഇവിടെ പഴയ ടെമ്പിളും കോവിലും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് വർഷം പഴക്കമുള്ള ചെറിയ ടെമ്പിൾ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ വിവേകാനന്ദ പാറയും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. മൊത്തത്തിൽ ഈ ഒരു വൈപ്പിൽ നമുക്ക് ആ ഒരു സീനറി മൊത്തം ഇവിടുന്ന് കാണാൻ വേണ്ടി പറ്റും. കന്യാകുമാരിയിൽ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് നേരെ അടക്കുകയാണ്. സൂര്യൻ താണ്ട് ഏകദേശം താന്ന് കയ്യാറായി കേട്ടോ, ഏകദേശം താകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും അങ്ങോട്ട് പോയിട്ട് ആ ഒരു വ്യൂ പോയിന്റ് അല്ലേ, വ്യൂ പോയിന്റ് അവിടെയുള്ള സൺസെറ്റും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കാലം കണ്ടു നല്ല സൺസെറ്റ് അല്ലേ, ഇതാട്ടോ ഇന്ത്യയിലെ അറ്റത്തിലെ ആ ഒരു, അതിൻ്റെ അപ്പുറം കടലാണ് അറിയാലോ. അപ്പം ആ ഒരു ഏരിയ ആണ് സൺസെറ്റിൽ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ സൺസെറ്റ് വ്യൂ പോയിന്റ് ഒക്കെ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും സൂര്യനെ ഇനിയും താന്നിട്ടില്ല. സമയത്തിലായി 5:38 സൺസെറ്റ് കുറച്ച് റേറ്റ് ആവും. ഞാൻ വിചാരിച്ചു 6 മണി 6:30 ആയി കാണുമെന്ന് വിചാരിച്ചു. പക്ഷേ സമയം ഇനിയും നമ്മളെ മുമ്പിൽ ബാക്കി നിൽക്കുകയാണ്. പക്ഷേ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ പറഞ്ഞാൽ ഇഷ്ടംപോലെ. ഇങ്ങോട്ട് നഗത്തോളം തട്ടുകളും കാര്യങ്ങൾ വ്യക്തമായിട്ട് കാണാൻ വേണ്ടി പറ്റും. നമ്മളപ്പം കന്യാകുമാരി ബീച്ചിനടുത്തുള്ള വ്യൂ ടവറിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. അവിടെ ഒരുപാട് സംഭവങ്ങളും കാര്യങ്ങളും നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. കൂടുതൽ കുളിക്കുന്നതൊക്കെ ഒരുപാട് സെറ്റപ്പുകളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അവർ കാണുന്നതാണ് നമ്മുടെ കന്യാകുമാരി വ്യൂ ടവർ കേട്ടോ. നമ്മൾ അവിടുത്തെ അടുത്തോട്ട് പോവാണല്ലേ. നമ്മൾ സീ ടവറിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് നമ്മൾ സൺസെറ്റും കാര്യങ്ങളൊക്കെ, സൺസെറ്റും വ്യൂ പോയിൻ്റൊക്കെ കാണുന്നത് ഈ ഒരു ടവറിന് മുകളിൽ കയറിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം ഇങ്ങനെ തിരമാലയൊക്കെ ഇങ്ങനെ അസലമേ തിരമാലയൊക്കെ ഇങ്ങനെ ഒഴുകി അടിക്കുകയാണ്. നമ്മുടെ വിവേകാനന്ദ പാറ ആ ഒരു സൈഡിലായിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു സ്റ്റാച്യൂയും ടെമ്പിളും മന്ദിരവും കാര്യങ്ങളൊക്കെ ആ ഒരു സൈഡിലായിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഈ ഒരു ടോപ്പിക് കയറി വെക്കല്ലേ. സൂര്യൻ വീണ്ടും ഉദയാസ്തമനത്തിൽ ഇരിക്കുകയാണ് ഗൈസ്. എനിക്ക് ഇവിടുന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ തിരമാലകളുടെ ആ ഒരു കുത്തിത്തിരിപ്പാണ് അല്ലേ, കുത്തിത്തിരിപ്പല്ലേ ഇവിടുന്ന് മെയിനായിട്ട് തിരമാലയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും
ഇന്ന് ഇവിടുന്ന് കുളിക്കുന്നില്ല, കാരണം ഇന്ന് കുളിക്കേണ്ട ആ ഒരു സാഹചര്യം ഇല്ല, കാരണം ഇഷ്ടംപോലെ ആൾക്കാർ കുളിക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ കയറി കുളിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സ്വാതന്ത്ര്യം ഇല്ലാത്ത പോലെ ആയിപ്പോൾ. അതുകൊണ്ട് നമ്മളെന്തായാലും ഈ ഒരു തിരമാലകളിലെ ആ ഒരു രാവണ്യത്തെ അനുസരിച്ചുകൊണ്ട് നാളെ രാവിലെ കുളിക്കാൻ നമ്മുടെ പ്ലാനിങ്. അതൊക്കെ എൻ്റെ മോനെ തിരമാലകൾ ഇങ്ങനെ കുത്തി പൊങ്ങുകയാണല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ കറങ്ങി കഴിയും സൂര്യൻ്റെ ആ ഒരു കുത്തിയൊലിപ്പ് കണ്ട സൂര്യൻ്റെ. അപ്പോൾ നമ്മളെന്തായാലും മോളോട്ട് പോയിട്ട് അവിടുത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇനി അങ്ങോട്ട് കാണാൻ വേണ്ടി പോകുന്നത്. നമ്മൾ നടന്ന് സീ ടവറിന് കന്യാകുമാരിയിലെ സീ ടവറിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് സൂര്യാസ്തമനം കാണാൻ വേണ്ടി, കന്യാകുമാരി സൂര്യാസ്തമനം എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അവിടുത്തെ സൂര്യാസ്തമനം കാണാൻ വേണ്ടി ഒരു ടോപ്പിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സൂര്യൻ ഏകദേശം സെൻട്രലായിട്ട് അവിടെ കിടക്കുകയാണ്. അതുപോലെ നമ്മുടെ വിവേകാനന്ദ പാറയും കാര്യങ്ങളൊക്കെ ആ ഒരു സൈഡിലുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഇപ്പോൾ സമയത്രയും 6 മണിയായി. ഇപ്പോൾ 6:30 സൂര്യൻ അസ്തമിക്കും. അപ്പോൾ അതിൻ്റെ മനോഹരമുള്ള കാഴ്ചകൾ ഇന്ന് നമുക്ക് പകർത്താം. ഓക്കെ, അപ്പോൾ കടലൊക്കെ ഇങ്ങനെ തിരഞ്ഞ ആടുകയാണ്. നമുക്ക് കടലിൻ്റെ ആ ഒരു റോഷവും കാര്യങ്ങളും കാണുമ്പോൾ വളരെ രസമാട്ടോ. തിരമാലയിൽ അടിച്ച് വരുമ്പോൾ ആ ഒരു നീല തരത്തിലുള്ളൊരു വെള്ളവും കാര്യങ്ങളും വരുമ്പോൾ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ കന്യാകുമാരി ബീച്ചിൽ നിന്ന് ആ ഒരു സൺസെറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നൈസായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബുക്കിംഗ് ഡോട്ട് കോം പറഞ്ഞ ആപ്പ് വഴി നമുക്ക് 450 രൂപയ്ക്ക് റൂം ഇവിടെ ബുക്ക് ചെയ്ത്. അതായത് കന്യാകുമാരി ടൗണിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ നടന്നിട്ടാണ് ഈ ഒരു സ്ഥലം. ടൗണിൽ തന്നെയാണ് ഈ ഒരു സ്ഥലം വരുന്നത്. റഹബോത്ത് അല്ലേ, റഹബത്ത് എന്ന് പറഞ്ഞ ഈ ഒരു റൂമിലാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം ഇവിടെയാണ് അതിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇതാണ് ബായ് കേട്ടോ. ബായ് ആക്കാൻ നമുക്ക് പേര് മൊയ്തീൻ, കന്യാകുമാരിയാണ്. അപ്പം മൂപ്പര് അപ്പം നമ്മൾ ഇവിടുന്നാണ് റൂം ബുക്ക് ചെയ്തത്. അപ്പോൾ ഇന്ന് റൂമിൽ കാഴ്ച കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കന്യാകുമാരി ടൗണിൽ തന്നെയാണ് കേട്ടോ. ടൗണിൽ നിന്ന് വെച്ചാൽ നടക്കേണ്ട ദൂരം മാത്രമേ, ബീച്ചിൽ നടക്കേണ്ട ദൂരം മാത്രമേ ഈ ഒരു റഹബത്ത് എന്ന് പറഞ്ഞ ഈ റൂമിൻ്റെ ആ ഒരു ലോഡ്ജിലോട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ബുക്കിംഗ് കൊടുക്കുന്ന ഒരു ആപ്പ് വഴി ഉപയോഗിച്ച് ബുക്ക് ചെയ്യാം കേട്ടോ. കൂളായിട്ട് നല്ല അടിപൊളി റൂമും കാര്യങ്ങളൊക്കെയാണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം റൂമിൻ്റെ കാഴ്ചകളൊക്കെ. അപ്പോൾ റൂം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതായത് 400 രൂപക്ക് എന്നൊക്കെ പറയും 450 രൂപയാണ്. 450 രൂപക്ക് എന്ന് പറയുമ്പോൾ നല്ല, അതും കന്യാകുമാരി ടൗണിൽ തന്നെ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അപൂർവമാണ് കേട്ടോ. ബുക്കിംഗ് ഡോട്ട് കോം എന്ന് പറഞ്ഞ ആപ്പ് വഴിയാണ് ബുക്ക് ചെയ്യുന്നത്. അത് പറഞ്ഞ പോലെ തന്നെ ഇതാണ് റൂം. ഇതാണ് 2 പേർക്ക് സുലഭമായി താമസിക്കാൻ പറ്റിയ 2 ബെഡ് ഉണ്ട്. പിന്നെ ഫാനില്ലല്ലേ, ടോപ്പ് ഫാനില്ലല്ലേ, മറ്റേ ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബാത്റൂമും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ബാത്റൂമും സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ റൂം ഞാൻ ബുക്ക് ചെയ്തത് ബുക്കിംഗ് ഡോട്ട് കോം എന്ന് പറയുന്ന ആപ്പ് വെച്ചിട്ടാണ്. അതായത് നമ്മൾ നിയറസ്റ്റ് ആയിട്ടുള്ള റൂം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബുക്കിംഗ് ഡോട്ട് കോം, ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്ന ആപ്പും കൂടിയാണ് ബുക്കിംഗ് ഡോട്ട് കോം എന്ന് പറയുന്ന ആപ്പും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പം ഇന്നിവിടെ റൂം എടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഇന്ന് മറ്റേ വിവേകാനന്ദ പാർക്കിലോട്ട് പോകാൻ പറ്റിയിരുന്നില്ല. കാരണം രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ അവിടെ ബോട്ട് സർവീസ് ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇന്നലെ പോകാൻ പറ്റിയിരുന്നു. പക്ഷേ ഇവിടെ വന്നിട്ട് അവിടെ പോയിട്ടില്ല, അസലേ നഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നാളെ രാവിലെ 8 മണിക്ക് വിവേകാനന്ദ പാറയിൽ പോയിട്ട് അതിന് ശേഷം നേരെ ധനുഷ്കോടി, മധുര വഴി ധനുഷ്കോടി, രാമേശ്വരം പിടിക്കാനാണ് പ്ലാനിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇനി നേരെ അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ റൂമിൽ നിന്ന് കീഞ്ഞു കേട്ടോ. നേരെ ഫുഡ് കഴിച്ചിട്ട് നല്ല അടിപൊളി ഫുഡ് അല്ലേ, കന്യാകുമാരിയിലെ കുറച്ച് അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യേണ്ട പരിപാടിയിലാണ് ഉള്ളത്. നമ്മൾ ടൗണും കാര്യങ്ങളും വീഡിയോ എടുത്തു കേട്ടോ. ഇവിടുത്തെ മെയിനായിട്ടൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്ട്രീറ്റ് ഫുഡ്സ് ഉണ്ട്. കന്യാകുമാരി ആ ഒരു ബീച്ചിൻ്റെ ആ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ആയതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല നല്ല സ്പോട്ടുകളും കാര്യങ്ങളൊക്കെ ഫുഡ് സ്ട്രീറ്റ് തന്നെ ഈ ഒരു ഭാഗത്തുണ്ട്. എന്നാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം കേട്ടോ, അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടോ. പൊറോട്ട, ചോറ്, ചപ്പാത്തി ഉള്ളത്? പൊറോട്ട ഉണ്ട്, ദോശ ഉണ്ട്, ചപ്പാത്തി ഉണ്ട്. കറി എന്തുണ്ടാകുക? കറി ചിക്കൻ ഉണ്ട്, ബീഫുണ്ട്, ആംപ്ലേറ്റ് ഉണ്ട്. നോർമൽ കറി എന്നുള്ള മസാല കറി ഉണ്ടോ? മസാല ഗ്രേവി ഉണ്ട്. മസാല ഗ്രേവി ഉണ്ടോ? ഗ്രേവി ഉണ്ടല്ലേ, ഗ്രേവി അടിക്കാം എന്നാവാ. അടിക്കുന്ന സംഭവം ചിക്കൻ്റെ ഉരുട്ടിയതാ. ഫുഡ്
കഴിച്ചു. നല്ല ചപ്പാത്തിയും സാമ്പാറും മീൻകറിയൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ സ്ട്രീറ്റിലൂടെ നടക്കാൻ വേണ്ടി പോവാണ്. കാരണം സ്ട്രീറ്റിലൂടെ നടക്കണമെന്ന് തോന്നുന്നല്ലേ. കാരണം നാളെ രാവിലെ നമുക്ക് എന്ത് ചെയ്യണം, 7 മണിയാകുമ്പോൾ എണീച്ചിട്ട് അവർ കന്യാകുമാരിയിൽ അവർ വെള്ളത്തിൽ കുളിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഇവിടത്തോട്ട് പോകാനും അല്ലേ, ബോട്ട് റൈഡും കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ നേരെ നമ്മൾ റൂമിലോട്ട് പോകാൻ വേണ്ടി പോവാട്ടോ. അപ്പോൾ നമ്മൾ ഫുഡും കഴിഞ്ഞ് തിരിച്ച് റൂമിലെത്തിയോട്ടെ. ഇനി നമ്മൾ നേരെ അതിൻ്റെ ടെറസിൽ പോയിട്ട് നല്ല ഇത് മിരണ്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് മിരണ്ടയൊക്കെ കുടിച്ച് കിടന്നുറങ്ങി നാളെ രാവിലെ നമ്മുടെ ബീച്ചിൽ പോയിട്ട് കന്യാകുമാരി ബീച്ചിൽ പോയിട്ട് ബോട്ട് റൈഡ് കുളിയൊക്കെ പാസ്സാക്കാൻ പ്ലാനിങ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം നാളെ നമുക്ക് രാവിലെ കാണാട്ടോ അടിപൊളി എപ്പിസോഡായിട്ട്. അസ്സലാം. ഓക്കെ സെറ്റ്. മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മൾ കന്യാകുമാരിയിലെ സെക്കൻഡ് ഡേയിലോട്ട് കടന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ നേരെ പോകും. ഇപ്പോൾ സമയം ഏകദേശം 8 മണിയായി കഴിഞ്ഞു. എനിക്ക് കുറച്ച് വാർത്ത കിട്ടും. ഭയങ്കര ചൂടായതുകൊണ്ട് എൻ്റെ പോലെ ഇന്നലെ ഉറക്കും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്ന് നേരെ പോകുന്നത് 8 മണി മുതൽ നമ്മുടെ വിവേകാനന്ദ പാറയിലോട്ട് ബോട്ട് സർവീസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മളെ റൂമിൻ്റെ മുകളിലുള്ള ജസ്റ്റ് ഒരു വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ്. നമുക്ക് റൂം കിട്ടിയത് ഏറ്റവും ടോപ്പിലായിട്ടാണ് കേട്ടോ. അതായത് ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ടോപ്പിലായതുകൊണ്ട് ഭയങ്കര ചൂടുണ്ടായിരുന്നു. നോക്കിയേ, ഹിറ്റ്സ് കന്യാകുമാരി. ഫുള്ള് കന്യാകുമാരി ടൗണും കാര്യങ്ങളും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ആ ലൈറ്റ് ഹൗസ് കണ്ടോ, കന്യാകുമാരി ലൈറ്റ് ഹൗസൊക്കെ നമുക്ക് ഇവിടുന്ന് വ്യക്തമായിട്ട് കാണാൻ വേണ്ടി പറ്റും. അടിപൊളിയല്ലേ. അപ്പം നമ്മളെന്തായാലും ഇപ്പം നേരെ വിവേകാനന്ദ പാറയിലോട്ട് പോയിട്ട് അവിടുത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇനി അങ്ങോട്ട് കാണാൻ വേണ്ടി പോകുന്നത്. നമ്മൾ നടന്ന് കന്യാകുമാരി ബീച്ചിനടുത്തുള്ള ബോട്ട് ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ എത്താനായിരിക്കുകയാണ്. നമ്മളെ മുന്നിൽ കാണുന്നതാണ്. ആ ഒരു ഗേറ്റിന് അപ്പുറമാണ് ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മൾ രാവിലെ തന്നെ പോയി കുടിക്കാമെന്ന് വിചാരിച്ചത്, പക്ഷേ 7 മണി കഴിയുമ്പോൾ അല്ലേ, 7 മണി നേരം തന്നെ ചൂട് മരണം കത്ത് നോക്കി ഇങ്ങനെ മുഖത്തടിക്കുന്ന ആ സംഭവം മനസ്സിലാവട്ടെ. ഭയങ്കര ചൂട് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ കുളിച്ചതിന് നടക്കൂല. നമ്മൾ നേരെ പോയിട്ട് ബോട്ടിൽ കയറിയിട്ട് വിവേകാനന്ദയിൽ പോകാനാണ് നമ്മൾ. ശേഷം വരെ ഇന്നലെ ഇവിടെ സ്റ്റേ ചെയ്യാൻ തന്നെ കാരണം വിവേകാനന്ദയിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ പോയി തുടങ്ങി കേട്ടോ. അങ്ങോട്ടേക്ക് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ബോട്ട് സർവീസിൻ്റെ സംഭവങ്ങളൊക്കെ ഉള്ളത് ഇങ്ങോട്ടാണ്. അപ്പോൾ ആൾക്കാർ ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് വാ. ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ ഇതാ ഒരു സൈഡായിട്ടാണ് വരുന്നത്, അതിൻ്റെ ഉള്ളിലായിട്ട്. അസലമേ, രാവിലെ തന്നെ ആൾക്കാരുണ്ടോ? രാവിലെ തന്നെ ആൾക്കാർ കുറവാട്ടോ. കാരണം നമ്മൾ കുറച്ചും കൂടി ലേറ്റ് ആയി കഴിഞ്ഞാൽ ഇന്ന് ലീവുള്ള ദിവസം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഈ ഒരു പരിസരത്തോട്ട് വരും. പക്ഷെ ഇന്ന് രാവിലെ നമ്മളിപ്പോൾ 8:30 ആ ഒരു ടൈം ആയതുകൊണ്ട് ആൾക്കാരൊക്കെ കുറവാട്ടോ. മൊത്തം ആ ഒരു വേഗം കാര്യങ്ങൾ ഇങ്ങോട്ടേക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞായറാഴ്ച ദിവസമൊക്കെയാണെങ്കിൽ ഇവിടെ മൊത്തം റൗണ്ട് അടിച്ച ആൾക്കാരായിരിക്കും അല്ലേ. ഇന്ന് ആൾക്കാർ കുറഞ്ഞല്ല, മൊത്തത്തിൽ ആൾക്കാർ കുറവാണ്. അപ്പോൾ ഒരാൾക്ക് അപ്പ് ആൻഡ് ഡൗൺ ചാർജ് വരുന്നത് 50 രൂപ കേട്ടോ. അവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആരും ചോദിക്കണേ. ടൈമിങ് രാവിലെ 8 മണി മുതൽ 5 മണി വരെയും 4 മണി വരെയും ഒരാൾക്ക് 5 രൂപയാണ് ഇവിടെ റേറ്റ് വരുന്നത്. നമുക്ക് എന്തായാലും ബോട്ട് സർവീസിൻ്റെ ആ ഒരു കൗണ്ടറിൽ അവിടെ എത്തിയിരിക്കുകയാണ്. നമുക്ക് എന്തായാലും പോകാം. പിന്നെ ആൾക്കാർ കുറവാട്ടോ മൊത്തത്തിൽ അപേക്ഷിച്ചുകൊണ്ട്. നമുക്ക് അവിടെ നിന്ന് ടിക്കറ്റ് കിട്ടി. തിരക്കുന്നില്ലാതെ തോന്നുന്നു. തിരക്കുണ്ട് കേട്ടോ. ഒരുപാട് ആളുകൾ എല്ലാരും ഇങ്ങനെ എഴുതണേ. തിരക്കുണ്ടല്ലേ? വിവേകാനന്ദ പാറ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. നമ്മൾ വെച്ചാൽ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന്. ഇതാട്ടോ 3 റേ ആയിട്ടല്ലേ, അങ്ങനത്തോളം ആൾക്കാരുണ്ട്. 3 റേ ആയിട്ട്. ചെണിച്ചോ. ഓ, ഇങ്ങനെ കറങ്ങിത്തിരിയണോ? അതായത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോണല്ലേ. അപ്പോൾ മൂഞ്ചുമല്ലോ മൊത്തത്തിൽ. അപ്പോൾ നമ്മൾ ബോട്ടിനടുത്ത് എത്തി കേട്ടോ. നമ്മളെ ബോട്ട് ഇതാണ്. അവിടെ ഒരു ബോട്ട് പുറപ്പെടുന്നുണ്ട്. ഒരു ബോട്ട് 2-3 ബോട്ടുകൾ ഈ ഒരു സൈഡിൽ തന്നെ ആയിട്ട് 2-3 ബോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരിക്കലും ഒരു 5-6 ബോട്ട് ഉണ്ട് ഡെയിലി സർവീസ് നടത്തുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട്. അപ്പോൾ നമ്മളെ ആൾക്കാരൊക്കെ അവിടെ നടന്നു പോകുന്നുണ്ട്, അങ്ങോട്ട് ബോട്ടിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയും കേട്ടോ. മൊത്തത്തിൽ നോക്കിയാൽ ഒരു ചെറിയൊരു ഷിപ്പ് യാർഡ് പോലത്തെ ഒരു ബോട്ടും കാര്യങ്ങളൊക്കെ. വലിയ ബോട്ട് 2 വലിയ ബോട്ട് അവിടെ കാണുന്നുണ്ട്. ഒരു ബോട്ട് വിടുന്നുണ്ട്. നമ്മുടെ ആ ഒരു ചർച്ചും കാര്യങ്ങളൊക്കെ ഇതാണ്ട് ആ ഒരു സൈഡിലായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോവാം. നല്ല വെയിലാട്ടോ. തൊപ്പി എടുത്തത് എന്തോ ഭാഗ്യമായി. ഗ്ലാസ് എടുക്കേണ്ടിയായിരുന്നു, ഗ്ലാസ് എടുത്തിട്ടില്ല. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. നോക്കിയാൽ ലക്ഷദ്വീപിലെല്ലാം പോകുന്നൊരു തരത്തിലുള്ള ആൾക്കാർ വെയിറ്റ് ചെയ്യും. നമ്മൾ ലക്ഷദ്വീപ് ഷിപ്പിലാടിലൊക്കെ പോകുന്ന നമുക്ക് ഇങ്ങനെ കാഴ്ച കാണാൻ പറ്റും. അതായത് ഷിപ്പ് ഇങ്ങനെ ഇവിടെ ഈ സൈഡിലുണ്ടാവും. ആൾക്കാർക്ക് വെയിറ്റ് ചെയ്തിട്ട്
നമ്മുടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് കയറുന്ന ഒരു രീതിയിലുള്ള ഒരു സംഭവമാണ് എനിക്ക് ഓർമ്മ വരുന്നത് അല്ലേ. അവർ നോക്കി ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന ഒരു ബോട്ടാണ് അടുക്കുന്നത്. അത് പോന്നി വരുന്നയാ അത് പെരിയുന്നയാട്ടോ. നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. രണ്ട് എടുത്ത് വേണം ഇങ്ങനെ കറങ്ങി കയറി നമ്മളിപ്പോ ബോട്ടിൽ കയറിയിരിക്കുകയാണ്. അപ്പൊ ആരും നിർത്തുന്നില്ലല്ലേ. സൈഡിലത്തെ കാഴ്ചകൾ കാണാനൊക്കെ വിചാരിച്ചത് ഭയങ്കര ഒച്ചപ്പാടൊക്കെ ആക്കുന്നത്. ലൈഫ് ജാക്കറ്റ് വേണ്ടേ? വീടുന്നൊരു 10 മിനിറ്റ് ഓട്ടത്തിലാണ് ലൈഫ് ജാക്കറ്റും കാര്യങ്ങൾ വന്നിട്ട്. പക്ഷെ സേഫ്റ്റിയാണ് പ്രാധാന്യം. അത് വേറെ ലേഡീസിനൊക്കെ വേണം. അപ്പം ആൾക്കാരുണ്ട്. നമ്മുടെ ചർച്ചും കാര്യങ്ങളൊക്കെ അവിടെ ഇട്ടാണ്. മൊത്തം ബോട്ടിൽ മൊത്തം ആൾക്കാരും കാര്യങ്ങളൊക്കെ ആ ഒരു സ്റ്റാച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അസ്ലം താണ്ട് ഫോട്ടോ എടുക്കണം. മാറൊക്കെ വീഡിയോയിലാണ് ഇതാണ് കേട്ടോ സംഭവം. ആ ഒരു തിരുവല്ല സ്റ്റാച്ചും കാര്യങ്ങളും ആ ഒരു വിവേകാനന്ദ പാറകളും നമുക്ക് ഇവിടുന്ന് വ്യക്തമായിട്ട് കാണാൻ വേണ്ടി പറ്റും. ബോട്ടിന് ആ ഒരു ഇതിലോട്ട് പോകുമ്പോൾ ഇങ്ങനെ കറങ്ങിയിട്ടാ പോകുന്നു. അങ്ങോട്ടേക്ക് പോവില്ലേ? അപ്പോൾ തിരുവല്ല സ്റ്റാച്ചുവിൻ്റെ അവിടത്തോട്ട് പോവില്ല. നമ്മൾ നേരെ വിവേകാനന്ദ പാറയിലോട്ടാണ് പോകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ജെട്ടിയുടെ അടുത്തിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇങ്ങോട്ട് വിവേകാനന്ദ പാറയിലോട്ട് നമ്മൾ കയറാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് തുറക്കുകയാണ്. ഇതല്ലേ വിവേകാനന്ദ പാറയല്ലേ? വിവേകാനന്ദ പാറ ഇവർ ഭയങ്കര ഡിമാൻഡ് ആക്കുന്ന പല ഫോട്ടോ വീഡിയോ. ആൾക്കാരൊക്കെ രാവിലെ അവിടെ എത്തി കേട്ടോ. രാവിലെ 6 മണിക്കാണ് ടീമാന്ന് തോന്നി. ഇപ്പം അല്ലേ 9 മണിയാകുമ്പോൾ അവിടെ എത്തിയത്. ഫോട്ടോ ഏകദേശം അടുത്ത് തുടങ്ങി. നമ്മൾ ബോട്ടിൽ നിന്ന് കീഴിൽ കേട്ടോ. ഇതാണ് നമ്മുടെ ബോട്ട്. നമ്മൾ വന്ന പാസഞ്ചർ ബോട്ടും കാര്യങ്ങളും ഇതാണ്. അപ്പോൾ നമ്മൾ ബോട്ടിൻ്റെ മുകളിൽ നിന്ന് കീഴിലാണ്. നമ്മൾ വിവേകാനന്ദ പാറ നമ്മുടെ തൊട്ടടുത്ത് തന്നെ സൈഡിലായിട്ട് കാണുന്നുണ്ട്. നോക്കിയാൽ വിവേകാനന്ദ പാറയിലാണ് നമ്മളിപ്പോൾ വിവേകാനന്ദ പാറയിലാണ് നമ്മൾ ഇരുന്നത്. തിരുവള്ളൂർ സ്റ്റാച്ച് നമ്മുടെ ആ ഒരു അപ്പുറത്തെ പാറയിലായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അവിടെ വാട്ടർ ലെവൽ അവിടെ വാട്ടർ ലെവൽ കൂടി കുറഞ്ഞത് കൊണ്ട് ബോട്ട് അങ്ങോട്ട് പോകുന്നില്ല. വള്ളിയിൽ അതുകൊണ്ട് പോകുന്നില്ല. നമ്മൾ തൽക്കാലം ഇവിടത്തോട്ട് പോകുന്നത് നമ്മുടെ കന്യാകുമാരി ബീച്ചും കാര്യങ്ങളും ലൈറ്റ് ഹൗസും കാര്യങ്ങളൊക്കെ ആ ഒരു സൈഡിലായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോട്ട് ഇതാ ഇവിടുന്ന് ആൾക്കാർ ഇരിക്കുന്നുണ്ടോ. ഒരു ബോട്ടിൽ 35 ആളെന്ന് പറഞ്ഞത്. പക്ഷെ 35 ആളെന്ന് എത്ര ആളുണ്ട് കുത്തി കയറ്റിയിട്ടുണ്ട്. 150 ആൾക്കാർ ഒരു ബോട്ടിൽ നമ്മൾ കയറ്റിയിട്ടുണ്ട്. ഈ ഒരു ബോട്ടിൽ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വിവേകാനന്ദ ദർശൻ പാറയിലോട്ട് ആ ദർശൻ മെമ്മോറിയലോട്ട് പോകാൻ വേണ്ടി 20 രൂപ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ആൾക്കാരൊക്കെ അവിടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. എന്നിട്ട് വേണം നമുക്ക് മുകളിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ അസ്ലം ഇതാണ്ട് മുകളിലോട്ട് പോവാണ്. ഇത് അസ്ലം അസ്ലമിനെ പിടിച്ചെന്ന് തോന്നേ. മറ്റേ ടിക്കറ്റ് അല്ല. അസ്ലം മൂഞ്ചിരിക്കുകയാണ് ഗൈസ്. ഞാനതാണ് ആ 20 രൂപ ടിക്കറ്റ് എടുത്താൽ മാത്രമേ നമുക്ക് മുകളിലോട്ട് കയറ്റി വിടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഇവിടും ജസ്റ്റ് ഫോട്ടോ എടുത്ത് പോകേണ്ടി വരും. അല്ല അസ്ലമേ? മലയാളത്തിൽ പറഞ്ഞല്ലേ. അപ്പോൾ വീട് ടിക്കറ്റ് എടുത്തോ. നൈസായിട്ട് ടിക്കറ്റ് എടുക്കണം. നമുക്ക് റെസ്റ്റ് റൂമിൽ കയറി കഴിഞ്ഞാൽ വിവേകാനന്ദയുടെ ആ ഒരു ചരിത്രവും കാര്യങ്ങളും സ്വാമി വിവേകാനന്ദ സ്വാമിയുടെ ആ ഒരു ചരിത്രവും കാര്യങ്ങളൊക്കെ ഇവിടെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ ഘട്ടമായിട്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു പാറ അദ്ദേഹം ധ്യാനത്തിലിരുന്നിരുന്ന ഈ ഒരു പാറ എടുത്തിരുന്ന ആ ഒരു ചരിത്രം കാര്യങ്ങളൊക്കെ അവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ടിക്കറ്റ് മുറിക്കാം. ടിക്കറ്റ് എടുത്തില്ല? പിന്നെ നമ്മൾ ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് 20 രൂപയാണ്. അതായത് ബോട്ടിന് ഒരാൾക്ക് 50 രൂപയും അപ്പ് ആൻഡ് ഡൗൺ 50 രൂപയും. അതുപോലെ തന്നെ ഇവിടെ വിവേകാനന്ദ റോക്കിൽ കയറാൻ വേണ്ടി ഒരാൾക്ക് 20 രൂപീസ് വേണം. അപ്പോൾ 40 രൂപീസ് ആയി. എന്തായാലും ഒരാൾക്ക് 100 രൂപ അല്ലേ? പോയി വരാൻ 100 രൂപയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വിവേകാനന്ദയുടെ ആ ഒരു മെമ്മോറിയലും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കാണാം. എൻ്റെ പൊന്നെ നോക്കിയേ, അത് ചിന്തിക്കണം. ഒരു കടലിൻ്റെ നടുവിലായിട്ടാണ് ഈ ഒരു സ്ഥലം. ഒരു ദ്വീപ് പോലെ ആക്കിയിട്ടാണ് ഈ ഒരു സ്ഥലം അവർ പാറയിൽ കൊത്തി വെച്ചിട്ട് ഉണ്ടാക്കിയത് കേട്ടോ. ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ അവർ വൻ സംഭവമാണ് കേട്ടോ. നോക്കിയേ
അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ കയറാൻ വേണ്ടിയിട്ട് ആ ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ ഗോപുരത്തിനുള്ളിൽ കയറാൻ വേണ്ടിയിട്ട് ചെരുപ്പുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ കഴിച്ചു വെക്കണം. അപ്പോൾ ആൾക്കാരൊക്കെ ഇവിടെ ചെരുപ്പുകളും കാര്യങ്ങളൊക്കെ കഴിച്ചു വെക്കും. അസലമേ ബസ്സിലും താണ്ട് അവിടെ ചെരുപ്പ് കഴിച്ച് വെക്കാൻ പോവാണ് മോനെ. ഷൂ എല്ലാം അടിച്ചു മാറ്റി കൊണ്ടുപോകാൻ ഇങ്ങോട്ട് വെച്ചോ. അപ്പോൾ നമ്മൾ ചെരുപ്പും കാര്യങ്ങളൊക്കെ അവിടെ അയച്ചു വെച്ചു. എന്നിട്ട് നമ്മൾ നൈസായിട്ട് ആ ഒരു സ്ട്രക്ചറിൻ്റെ മുകളിൽ ആ ഒരു പാറയുടെ മുകളായിട്ട് പോവാണ്. നോക്കിയേ ആൾക്കാരൊക്കെ കയറി പോകും. നല്ല പടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതുപോലെ കല്ലിനെ കൊണ്ടല്ല, ഈ ചെത്തുകല്ലല്ല മറ്റേ പാറക്കല്ലിനെ കൊണ്ട് ഉണ്ടാക്കിയ സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. നോക്കിയേ ഒരു പാറയുടെ മുകളിലായിട്ടാണ് ആ ഒരു വിവേകാനന്ദ മെമ്മോറിയൽ കാര്യങ്ങളൊക്കെ, വിവേകാനന്ദ പാറയുടെ മുകളിലായിട്ടാണ് ഈ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. അവിടെയും സ്ട്രക്ചറായിട്ടുണ്ട് ഒരു സംഭവം കേട്ടോ. കാരണം എത്ര മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്യാം, അതാണ്. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കൊണ്ട് പോകണം എന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ ഒരു വൈകുന്നേരം വരെ ഇവിടെ ഇരിക്കുന്ന സീനൊന്നുമില്ല. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അതായത് ഇവിടെ കുടിവെള്ളം പോലും കിട്ടില്ല കേട്ടോ. ഒരു കടയോ കാര്യങ്ങളൊന്നും ഈ ഒരു സൈഡിലായിട്ടില്ല. കുടിവെള്ളം ഉണ്ട്, ഡ്രിങ്കിങ് വാട്ടർ ഉണ്ട് കേട്ടോ ഇവിടെ. ഭാഗ്യം അസലമേ അടിപൊളി തന്നെയാ. കുടിച്ചു നോക്കട്ടെ, ഉപ്പും വെള്ളം അല്ലെങ്കിൽ കലക്കും വെള്ളമാണ് നോക്കാം. അസലം ഇപ്പം നോക്കും, കുടിച്ചു നോക്കിയാ. ഒരു പാറയുടെ അടിയിലായിട്ടാണ് ഈ സ്ഥലം വരുന്നത്. എങ്ങനെയുണ്ട്? അടിപൊളി വെള്ളമാണ്. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ അവിടെ ഒരു ക്ഷേത്രമുണ്ട്, ആൾക്കാരൊക്കെ ദർശനത്തിന് വേണ്ടി ആ ഒരു ക്ഷേത്രത്തോട് കയറുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് കയറണം. നമ്മൾ വിവേകാനന്ദ പാറിൻ്റെ ഏറ്റവും ആ ഒരു ക്ഷേത്രത്തിൻ്റെയും ആ ഒരു മെമ്മോറിയലിന് നടുക്കായിട്ട് ആ പാറിൻ്റെ സെൻട്രലായിട്ടാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ക്ഷേത്രം താണ്ട് ഈ ഒരു സൈഡിൽ കിടക്കുകയാണ്. നോക്കിയേ ഒരു അടാറ് സംഭവമാണ് ഇവിടെ. ചെറിയൊരു സ്ട്രക്ചറൊക്കെ ഇവിടെ കാണുന്നുണ്ട്. നമ്മളെ ആ ഒരു പാറ, അതായത് തിരുവള്ളൂർ സ്റ്റാച്യൂയും കാര്യങ്ങളും നമ്മൾ പിറകിലായിട്ട് കാണാം. ഇതൊക്കെ അസലം എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ നമുക്ക് എന്തായാലും ഒരു റൗണ്ടപ്പ് അടിക്കാം കേട്ടോ. എന്നിട്ട് ആ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലും കാര്യങ്ങളൊക്കെ കയറാം. അപ്പം ആ ഒരു തിരുവള്ളൂർ സ്റ്റാച്യൂവിൻ്റെ അവിടെ ഇന്നലെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ വെള്ളം കുറഞ്ഞത് കൊണ്ട് ബോട്ട് അങ്ങോട്ടേക്ക് അടുക്കില്ല. അതുകൊണ്ട് ആൾക്കാരും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. ഈ ഒരു സ്ട്രക്ചറിലാണ് ആൾക്കാരൊക്കെ ഉള്ളത്. ഇവിടെ നമുക്ക് ഇത്ര സ്ഥലങ്ങൾ കാണാൻ വേണ്ടി, അതായത് ശ്രീ പദാ മന്ദിരമാണ് നിങ്ങൾ ഈ ഒരു കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സംഭവം കാര്യങ്ങൾ സഭ, മണ്ഡപം, മന്ദിരം ഇതും മണ്ഡപം ആ ഒരു സൈഡിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് എന്തായാലും മന്ദിരത്തിനുള്ളിൽ അല്ലേ, ഇതല്ല മന്ദിരം അല്ല, ഇത് മണ്ഡപത്തിനുള്ളിലെ കാഴ്ചകൾ കാണാം. ഇതൊക്കെ നോക്കിയേ പഴയ ഒരു സ്ട്രക്ചറിൽ തീർത്തിരിക്കുന്ന ഒരു സംഭവമാട്ടോ. നോക്കിയേ കല്ലിൽ പാറക്കല്ലട മൊത്തം അല്ലേ, ഒരു പാറക്കല്ലിൽ കൊത്തിയെടുത്തിരിക്കുന്ന ഒരു സംഭവമൊക്കെയാണ് ഈ ഒരു ചുറ്റും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമുക്ക് എന്തായാലും ഇവിടെ ചരിത്രങ്ങൾ, ശ്രീ പദാമത് നാച്ചുറൽ പ്രൊഡക്ഷൻ ഓഫ് റോക്ക് സിമിലർ ഫ്രം ദ ഹ്യൂമൻ ഫുഡ്, അതായത് ശരിക്കും ഒരു പാറക്കല്ലിൽ കൊത്തിവെച്ചിട്ടിരിക്കുന്ന ഒരു ശ്രീപടം, അതായത് ഒരു ലീഗൽ ഗോഡസ് പാർവതി ഓഫ് ദ അങ്ങനെയൊക്കെ ഒരുപാട് ചരിത്രം, ലോർഡ് ശിവൻ്റെ ഒരുപാട് ചരിത്രം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. എന്താ ഉള്ളിൽ കയറിയല്ലേ? അപ്പോൾ നമുക്ക് എന്തായാലും ഉള്ളിൽ കയറിയിട്ട് അവിടുത്തെ കാഴ്ചകൾ ജസ്റ്റ് കാണാം. ഇതാണ് ഉള്ളിലത്തെ കാഴ്ചകൾ. ഇവിടെ ഒരു പാറക്കല്ലിന്റെ മുകളിൽ പൂജയൊക്കെ ചെയ്തൊരു സംഭവമാണ്. എനിക്ക് തോന്നുന്നു വിവേകാനന്ദ അവിടെ തപസ് ഇവിടെ ഇരുന്നിട്ടുണ്ടാവും. തപസ് ചെയ്തൊരു സംഭവം ആയിരിക്കും കാണുന്നതാണ് തോന്നുന്നത്. പക്ഷെ എനിക്ക് അത്ഭുതം തോന്നുന്നത് ഇതൊക്കെ കൊത്തി വെച്ചിരിക്കണത് പാറയിലാണല്ലേ. ഫുള്ള് പാറ കൊത്തി വെച്ചിട്ട് നടുക്ക് അവർ ഈ സംഭവത്തിലാക്കിയിട്ട് കൊത്തിച്ചിട്ട് ഫുള്ള് പാറയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആൾക്കാരൊക്കെ ഇവിടുന്ന് വൻ സംഭവവും കാര്യങ്ങളൊക്കെ ആക്കുന്നുണ്ട്, ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട്. പക്ഷെ അസലമേ നമുക്ക് അങ്ങോട്ടേക്ക് പോകുമ്പോൾ കുറച്ചും കൂടി അടിപൊളിയാവും അല്ലേ, തിരുവള്ളൂർ സ്റ്റാച്യൂൻ്റെ അവിടത്തേക്ക് പോകുമ്പോൾ. പക്ഷേ തോണിക്കാരൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട് അല്ലേ, പക്ഷെ വലിയ ബോട്ടും കാര്യങ്ങളൊന്നും പോകുന്നില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. നോക്കിയേ അവിടെ വാട്ടർ ലെവൽ കുറവാണ് അല്ലേ. നോക്കി അവിടെ പാറ കാണുന്നുണ്ടല്ലോ അടിയിൽ, അതുകൊണ്ടായിരിക്കും ബോട്ടും കാര്യങ്ങളും അങ്ങോട്ട് പോവാത്തത്, സ്റ്റക്കായി പോകുന്ന ഒരു അവസ്ഥ കൊണ്ടാണ്. അസലം ഇവിടുന്ന് ഒരു തിരുവള്ളൂർ സ്റ്റാച്യൂവിൻ്റെ വീഡിയോ എടുക്കുന്ന തിരക്കിലാണ്, ഫോട്ടോ വീഡിയോ. അസലം എങ്ങനെയുണ്ട്? ഫോട്ടോ എങ്ങനെയുണ്ട്? ഫോട്ടോ ഐഫോണായിക്കൊണ്ട് ആരൊക്കെ ഫോട്ടോ കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും. പക്ഷെ അങ്ങോട്ട് പോയിക്കാൻ ഒന്നും കാണാനില്ല കേട്ടോ. സംഭവം ആ ഒരു അടിയിൽ നിന്ന് ഇങ്ങനെ ആ ഒരു ആകാശം നോക്കി എടുക്കേണ്ടി വരും. കാരണം ഇവിടുന്ന് തന്നെയുള്ള വ്യൂ തന്നെ അതിമനോഹരമാണ്. അപ്പോൾ ബോട്ടിലാ, അവിടെ ബോട്ട് ഏകദേശം വന്ന് അടുത്തടുത്ത് കൊണ്ടിരിക്കുകയാണ് അല്ലേ. കാര്യങ്ങളൊക്കെ പക്ഷെ അവിടെ ഗൈഡാട്ടോ, അവിടെ ഉള്ള ആൾക്കാരെ ഗൈഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പം എന്തായാലും അങ്ങോട്ട് പോകാൻ പറ്റില്ല. നമുക്ക് എന്തായാലും മന്ദിരത്തിൻ്റെ ഒരു കാഴ്ചകൾ കണ്ടിട്ട് ആ ഒരു മന്ദിരം, ഇത് മണ്ഡപം അത് മന്ദിരം അല്ലേ, അപ്പോൾ മന്ദിരത്തിൻ്റെ ആ ഒരു കാഴ്ച കണ്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നടക്കാം കേട്ടോ. உங்க பாறையோட மூளை கிடக்க போறது என்ன பண்றது? பாறை பார்த்து பார்க்கலாம் போகுது. എന്താ പാറയുടെ അടുക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ പാറ ഒരു വലിയ സ്റ്റെപ്പ് അല്ലേ മൊത്തം. എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൊത്തം എന്താ പറയുക, പാറ കൊത്തി ഉണ്ടാക്കിയെന്നൊക്കെ പറയുമ്പോൾ വളരെ അത്ഭുതം കേട്ടോ, കാണാൻ വേണ്ടിയിട്ടും കേൾക്കാൻ വേണ്ടിയിട്ടൊക്കെ. പക്ഷേ ഞാൻ ഷോക്ക് ഇട്ടുണ്ട്. തണുപ്പാ ചൂടായി വരുന്നേറ്റ് വൈകുന്നേരം. അപ്പോൾ ഇതാട്ടോ മണ്ഡപം. നോക്കിയേ എൻ്റെ പൊന്നെ,
അതിനുള്ളിൽ കയറാൻ പറ്റുമോ? അതിനുള്ളിൽ നമ്മൾ വിവേകാനന്ദ പാറയുടെ സ്റ്റാച്യൂയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നോക്കിയേ, ആ ഒരു സ്ട്രക്ചറാണ് നമുക്ക് കാണേണ്ടത്. മൊത്തത്തിലൊരു പാറയല്ലേ, ഒരു ഇൻസെൻ്റ് പാറനെ കൊണ്ടുണ്ടാക്കിയൊരു വൻ സംഭവം. അതും പാറ തന്നെയല്ലേ? എൻ്റെ മോനെ, ഇതൊക്കെ പാറ കൊണ്ട് കൊത്തി ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിശ്വസനീയമായൊരു കാര്യം തന്നെയാണ് കേട്ടോ. ഈ മൊത്തം ഇത്ര വലിയ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ. നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറി. അതിനുള്ള ക്യാമറയും കാര്യങ്ങളൊന്നും അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ ക്യാമറയും വിശദമായിട്ടുള്ള വീഡിയോ എടുക്കാൻ പറ്റില്ല. പക്ഷെ അതിനുള്ള കമനായിട്ട് കാണാമെന്നില്ലല്ലേ? ആ ഒരു ശ്രീ വിവേകാനന്ദ സ്വാമിയുടെ ഒരു സ്റ്റാച്യു ഉണ്ട്. 1860 സംതിങ്ങിൽ അവിടെ മെഡിറ്റേഷൻ ചെയ്തത് ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഒരു മാതാജിയുടെ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാട്ടോ സംഭവം. ഈ ഒരു സംഭവത്തിൽ നിന്നാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ഇതാണ് സൂര്യൻ്റെ ഒരു ദക്ഷിണവണം എന്ന് പറഞ്ഞിട്ട് ഒരു ഉത്തരവണം ദക്ഷിണവണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ സൂര്യൻ്റെ ഒരു എന്താ പറയുക, ഒരു ദിശയല്ലേ, ഒരു പാറയിൽ അസ്തമിക്കുന്നതും ഉദിക്കുന്നതുമായ ഒരു ഡയറക്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അതായത് ഇപ്പൊ സൂര്യൻ ജസ്റ്റ് കണ്ട, ഇപ്പൊ സൂര്യൻ ഏകദേശം ആ ഒരു പൊസിഷനിലാണ് ഉള്ളത്. അതെ ആ ഒരു പൊസിഷൻ ഇങ്ങനെ സൂര്യൻ നമ്മൾ മാറുന്ന കറക്റ്റ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഇപ്പൊ ഇത് മാസം ഉള്ളത് ഇപ്പം മാർച്ച് ഇത് ആ ഒരു പൊസിഷനിലുണ്ട്. സൂര്യന്റെ പൊസിഷൻ ഇതാണ്ട് ആ ഒരു ഡയറക്ഷനിലാണ് ഉള്ളത്. ഇതാട്ടോ മെഡിറ്റേഷൻ ആള്. ശ്രീ വിവേകാനന്ദ പാറയുടെ അടിയിലുള്ള മെഡിറ്റേഷൻ ആൾ ഇതാണ്. അപ്പം ഇവിടെ കുറച്ച് ധ്യാനത്തിലിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം കുറച്ച് നേരം ധ്യാനത്തിലിരിക്കിട്ട് കുറച്ച് വൈബൊക്കെ ആക്കി പീസ് മൈൻഡൊക്കെ ആക്കിയിട്ട് പോവല്ലേ. ഫുൾ പീസാണ്. അതാണ് ആൾക്കാരൊക്കെ പീസായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് അല്ലേ. ഓം എന്ന് പറയുന്ന ഫോട്ടോ ഉണ്ട്. ആ ഒരു ഓം എന്ന് പറഞ്ഞ ഒരു ഓം ഒരു സൗണ്ടൊക്കെ ആക്കിയിട്ട് ഒരു വളരെ മെഡിറ്റേഷൻ ആയിട്ടുള്ള ഒരു പീസ് ആൻഡ് കാം ആയിട്ടുള്ള ഒരു പ്ലേസാണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി പറ്റി. അപ്പോൾ ഒരു സ്ത്രീയൊക്കെ അവിടെ നിന്ന് കീൻ ചെയ്തിട്ടുണ്ട്. ദീദി അപ്പൊ ഇത് വേറൊരു വൈബ്. ഇവിടെ നമുക്ക് പുസ്തകം കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. വളരെ ഒരു മനോഹരമായിട്ടുള്ള തമിഴ് പുസ്തകം ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. നമ്മുടെ പാറയുടെ അടിയിലായിട്ട് ഇഷ്ടംപോലെ ചെറിയൊരു കുളത്തിന്റെ രൂപത്തിലൊരു സംഭവം ആക്കിയിട്ടുണ്ട്. അതിലെ നമ്മൾ മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി മീനുണ്ട് അവിടെ. കുറെ ചെറിയ ചെറിയ മീനുകളാവുള്ളൂ കേട്ടോ. അപ്പൊ അതിന്റെ അപ്പോൾ നമ്മുടെ സ്റ്റാച്യൂയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മൊത്തത്തിലൊരു ആംബിയൻസിലുള്ള പറഞ്ഞോ ഒരു ചൂണ്ടിയും കാറുണ്ടെങ്കിൽ ഫുള്ള് സാധനത്തിന് നമ്മൾ പിടിച്ചിരിക്കും. കാരണം ഇവിടെ എനിക്ക് തോന്നുന്നു മുലക്കറി മീനാ ഉള്ളത് അല്ലേ? ഒരു പേരുണ്ടല്ലോ, എന്തോ ഒരു പേരുണ്ട്. ആ നായ്ക്കറുള്ള മീൻ. അപ്പൊ ഇവിടെ മന്ദിരത്തിൽ ഇഷ്ടംപോലെ ആളുണ്ട് കേട്ടോ. അവിടെ സായിപ്പൊക്കെ അവിടെ വെയിലുള്ള ഇരുന്നിട്ടുണ്ട്. മൊത്തത്തിലൊരു കളർഫുൾ ആയിട്ടുള്ള ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടുന്ന് മനോഹരമായിട്ട് കാണാൻ വേണ്ടി പറ്റുക. ഇവിടുന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് നമുക്ക് എന്തായാലും പോവാട്ടോ. നമ്മൾ അങ്ങനെ വിവേകാനന്ദ പാറയിലെ കാഴ്ചകളെ കണ്ടിട്ട് നേരെ റിട്ടേൺ അടിക്കുകയാണ് അല്ലേ. വിവേകാനന്ദ സ്വാമിയോട് നമ്മൾ വിട പറഞ്ഞ് പോവാണ്. അപ്പൊ നമ്മൾ കടലിലൊക്കെ ഭയങ്കര നീല കളറായിട്ട് വളരെ മനോഹരമായിട്ട് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ കയറുമ്പോഴും ബോട്ടിൽ കയറുമ്പോഴും അതുപോലെ തന്നെ ടിക്കറ്റ് എടുത്ത് തിരിച്ചു പോകുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാം, ക്യൂ നിന്നിട്ടില്ല. അതാണ്ട് ഇതുപോലെ ക്യൂ നിന്നിട്ട് ഒരു കൂട്ടിനുള്ളിലോട്ട് പോകണം. അപ്പം അങ്ങനെയൊക്കെയാണ് അവസ്ഥ. എടുത്ത് ഓരോരുത്തരും ഊമ്പിച്ചങ്ങ് കയറും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവസ്ഥ ഉള്ളത്. നമുക്ക് എന്തായാലും ഇനി കന്യാകുമാരി ബീച്ചിലെടുത്തുള്ള കാഴ്ചകൾ ജസ്റ്റ് ഒന്ന് കാണാം കേട്ടോ. ബോട്ട് തിരിച്ച് കന്യാകുമാരി ബീച്ചിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ആൾക്കാരൊക്കെ ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ബോട്ടിൽ നിന്ന് കീഞ്ഞു. ഏകദേശം ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്താൽ
1 മണിക്കൂറോളം അവിടെ വിവേകാനന്ദ പാറ സ്പെൻഡ് ചെയ്തിട്ട് ഇത്രയും നേരം നിങ്ങൾ കണ്ടത് അവിടുത്തെ കാഴ്ചകളാണെങ്കിൽ നമ്മൾ നേരെ റൂമിലോട്ട് പോയിട്ട് ഉച്ചക്ക് ട്രെയിനിന് മധുര പിടിച്ച് അവിടുന്ന് നേരെ രാമേശ്വരം പിടിക്കാനാണ് പ്ലാനിങ് കാര്യങ്ങളുള്ളത്. അപ്പോൾ നമ്മൾ നേരെ കന്യാകുമാരി ബീച്ചിൽ പോയിട്ട് ഇന്ന് രാവിലെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അവിടെ ഫുഡും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. വിവേകാനന്ദ പാറിൻ്റെ മുകളിൽ സ്റ്റോപ്പോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ എന്തിരുന്നാലും നമുക്ക് അവിടെ പോയി ഫുഡ് കഴിക്കാം. ഓക്കെ നമ്മളങ്ങനെ ഒരു കരിമ്പ് ജ്യൂസ് കുടിച്ചു. അപ്പം അത് വീടെടുക്കാൻ പറ്റിയില്ല, കാരണം ആ ഒരു ആക്രാന്തത്തിൽ കുടിച്ചത് കൊണ്ട് വീഡിയോ ഒന്നും അതെ ഭയങ്കര ചൂടും അതുപോലെ തന്നെ രാവിലെ ഒന്നും ചായ ഒന്നും കുടിച്ചായിരുന്നില്ല. അപ്പോൾ അവർ ആക്രാന്തത്തിൽ കുടിച്ചത് കൊണ്ട് വീടെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ കുടിച്ച് നേരെ ഫുഡ് കഴിച്ച് റൂമിൽ പോയിട്ട് കുറച്ച് ചാർജൊക്കെ വെച്ച് കുറച്ച് വിശ്രമിക്കുകയൊക്കെ ചെയ്തിട്ട് നേരെ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ പിടിക്കാനുള്ള പ്ലാനിങ് ആണ്. കുറച്ച് ആൾക്കാർക്ക് വരുന്നിട്ടുണ്ട്. കാക്കയുണ്ട്, ഫോട്ടോ അടിക്കും. കാക്കയൊക്കെ ഉണ്ട്, പണി കിട്ടും. അപ്പോൾ നമ്മളിവിടുത്തെ പൂരിയാണ് വാങ്ങിച്ച ഹോട്ടലിൽ കയറിയിട്ട് ഒരു 2 പൂരിക്ക് തന്നെ എത്ര പൈസ? 40 രൂപയാണ് വരുന്നത്. പൂരി കറിയൊക്കെ എടുത്തിട്ട് സംഭവം സെറ്റാക്കുന്നുണ്ട്. അത് എങ്ങനെയുണ്ട്? കുറച്ച് പോയിട്ടോ അടിപൊളിയല്ലേ? നമ്മൾ തിരിച്ച് ഭക്ഷണം കഴിച്ച് നമ്മൾ റൂമിലെത്തിയിട്ട് നമ്മൾ നേരെ 12:40 നാഗർകോവിലിൽ നിന്ന് നമ്മുടെ മധുരൊരു ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് നാഗർകോവിൽ എത്തണം. ഇവിടുന്ന് ബസ് ഉണ്ട്. അപ്പോൾ നമ്മൾ റൂമിൽ നല്ല വെക്കേറ്റ് ചെയ്ത് കീയാണ്. അസുഖം പോകല്ലേ? അപ്പോൾ നമ്മൾ വെക്കേറ്റ് ചെയ്ത് റൂമിൽ കീയാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ നേരെ ബസ് കയറിയിട്ട് നേരെ നാഗർകോവിൽ എത്രയും പെട്ടെന്ന് പിടിക്കും. സമയം ഏകദേശം 10:15 തോന്നുന്നു കേട്ടോ. പെട്ടെന്ന് നാഗർകോവിൽ പിടിക്കേണ്ട പരിപാടിയിലുള്ളത്. അപ്പോൾ നമ്മളങ്ങനെ കന്യാകുമാരി നാഗർകോവിൽ എത്തിയിരിക്കുകയാണ്. നാഗർകോവിൽ ടൗൺ റെയിൽവേ സ്റ്റേഷനാണ് നമുക്കൊരു ബസ്സുള്ളത് കേട്ടോ. ബസ്സല്ല, ട്രെയിനുള്ളത് മധുരയിലോട്ട്. ഇത് സമയം ഏകദേശം 11:30 കഴിഞ്ഞു. 12:45 ട്രെയിനുള്ളത്. നമ്മൾ ബസ്സിനുള്ളിലാണ് വിട്ടത് ഉള്ളത്. ഇപ്പം തിരക്ക് കുറഞ്ഞു. നേരത്തെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ ആൾക്കാരൊക്കെ ഇതായി തിരക്കും കാര്യങ്ങളൊക്കെ കുറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ഏതാനും നിമിഷങ്ങൾക്കും നാഗർകോവിൽ ബസ് സ്റ്റാൻഡിൽ എത്തും കേട്ടോ. നമ്മളങ്ങനെ വീണ്ടും നാഗർകോവിൽ ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ ബസ് ഇതാണ്ട് അവിടെ കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തിരുവനന്തപുരത്ത് നിന്ന് നാഗർകോവിൽ വന്ന അതേ ബസ് സ്റ്റോപ്പിലാണ് വീണ്ടും എത്തിയത്. ഇവിടുന്ന് ഏകദേശം 1.9 2 കിലോമീറ്റർ അടുപ്പിച്ചിട്ടുണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ നാഗർകോവിൽ ടൗൺ റെയിൽവേ സ്റ്റേഷനിലോട്ട് നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ്. ഭയങ്കര വെയിലാട്ടോ. ഇതാട്ടോ വലിയ ഒരു ബസ് സ്റ്റാൻഡാണ് ടൗൺ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ബസ് സ്റ്റാൻഡ്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം കേട്ടോ. നമ്മൾ നടന്ന് ഏകദേശം ഒരു അരമണിക്കൂറോളം നടന്നിട്ട് അവസാനം നമ്മളെ നല്ല ചൂടാട്ടോ. ചൂട്ടിൽ നടന്ന് കരിഞ്ഞ് ആകെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. ടൗൺ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇതാ ആ ഫ്രണ്ടിൽ കാണുന്നതിന് കേട്ടോ റെയിൽവേ സ്റ്റേഷന് ചുറ്റും കണ്ടോ. ഇവിടെ കുറേ ബിൽഡിംഗ് ഇടുന്നതൊരു കാര്യമില്ല, മറിച്ച് ഇവിടെ ഒരു മരം പോലും ഇല്ല. മരമൊക്കെ 1 2 മരങ്ങൾ മാത്രമേ ഈ ഒരു പരിസരത്തുള്ളൂ. ബാക്കിയെല്ലാം ബിൽഡിങ്ങും തരിശ് ഭൂമി പോലെയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. എൻ്റെ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് 12:45 മധുരയ്ക്കുള്ള ട്രെയിൻ ഉണ്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് അന്വേഷിച്ച് നോക്കാം. ഓക്കെ ഗൈസ്, ആടപാടരെ മൂഞ്ചിരിക്കുകയാണ് ഗൈസ്. അസല പറഞ്ഞേ ട്രെയിന് ഫുള്ള് ക്യാൻസലാണ്. ട്രെയിൻ നമ്മൾ പോകാൻ ഉദ്ദേശിച്ച ട്രെയിനിൽ ഇന്ന് ക്യാൻസലാണ്. ഇന്ന് ട്രെയിൻ ഓടുന്നില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതിൻ്റെ അവസ്ഥയാട്ടോ. കാരണം ഇനി നാഗർകോവിലോട്ട് പോയിട്ട് അവിടുന്ന് ബസ്സിന് മധുരയിലോട്ട് പോകേണ്ട അവസ്ഥ വന്ന്. കാരണം ട്രെയിനിന് ഓടുന്നില്ല കേട്ടോ. നമ്മൾ ഉദ്ദേശിച്ച ട്രെയിനിൽ ഓടുന്നില്ല. ഇതാട്ടോ നമ്മുടെ ടൗൺ റെയിൽവേ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഇതാണ്. ചുറ്റും മലകളൊക്കെ ആയിട്ട് ഒരു അടിപൊളി റെയിൽവേ സ്റ്റേഷനാട്ടോ. അപ്പോൾ ട്രെയിൻ എന്തായാലും ഇന്ന് ഓടുന്നില്ല. നമുക്ക് നോക്കാം ഗൈസ്. നമ്മൾ ട്രെയിനുകൾ നമ്മൾ മൂഞ്ചിപ്പിച്ച അവസാനം നമ്മൾ വീണ്ടും ബസ് സ്റ്റാൻഡിൽ തന്നെ വേറൊരു ബസ് പിടിച്ച് വന്ന് ദാണ്ട് ഈ ഒരു ബസ്സിൽ നമ്മൾ മധുരയിലോട്ട് പോകാൻ വേണ്ടി പോവാണേ അല്ലേ. അപ്പോൾ നമ്മുടെ ട്രെയിൻ മധുരയിൽ നിന്ന് രാമേശ്വരം ഉള്ളത് കറക്റ്റ് 6:30 ഇത് കറക്റ്റ് 6 മണിക്ക് എത്തുന്നതാണ് പറയണത് ഈ ഒരു ബസ്. അപ്പോൾ ഈ ഒരു ബസ്സിൽ നമുക്ക് കയറാം അല്ലേ. രണ്ടുപേരും ബസ്സിൽ കയറി തിരുനെല്വേലി വഴി മധുരയിൽ പോകുന്ന ബസ്സാണ്. ഏകദേശം 250 കിലോമീറ്റർ ദൂരമുണ്ട്. ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നത് 240 രൂപയാട്ടോ. അപ്പോൾ ആ ബസ്സിൽ കയറിയിട്ടുണ്ട്. ഇതാട്ടോ ബസ്. നമ്മുടെ ബസ് സ്റ്റാൻഡ് ഇതാണ്ട് അവിടെ കിടക്കുകയാണ്. വേറെയൊക്കെ ബസ് അവിടെ കാണുന്നുണ്ട്, ദൂരത്തായി കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും 6 മണിയാകുമ്പോൾ അവിടെ എത്തുന്നതാണ് പറയുന്നത്. അപ്പോൾ 6 മണി എത്തിയിട്ട് അവിടുത്തെ കാഴ്ച ബസ്സിൽ കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നാഗർകോവിലിൽ നിന്ന് നമ്മുടെ മധുര വരെയാണ് ബസ് ഉള്ളത്. അപ്പോൾ ബസ് ഇങ്ങനെ ആ ഒരു തിരുനെൽവേലി വഴി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ തമിഴ്നാടിൻ്റെ ഒരറ്റത്തു നിന്നും മറ്റൊരു അറ്റത്തേക്ക് ഒന്ന് വേണമെങ്കിൽ ഈ ഒരു യാത്ര വിശേഷിപ്പിക്കാൻ വേണ്ടി പറ്റും. അതായത് ഒരു തമിഴ്നാട്ടിലെ മൊത്തം ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഒരു അടിപൊളി യാത്ര തന്നെയാണ് ഈ ഒരു ബസ് യാത്ര. ട്രെയിനേക്കാൾ കൂടുതൽ കാഴ്ചകൾ നമുക്ക് വേണമെങ്കിൽ ബസ്സിലൊരു സഞ്ചര്യം കിട്ടാൻ വേണ്ടി പറ്റും. ഓക്കെ, ബസ് കേട്ടോ. ബസ്സിൽ ആരുമില്ല, ബസ്സൊക്കെ കാലിയാണ്. ഒരു 10 ആൾക്കാരേ ഉള്ളൂ വണ്ടിയിൽ ബസ്സിൽ. അപ്പോൾ ഇവിടെ മെയിനായിട്ട് കാണാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ കുറേ പാറക്കല്ലിൻ്റെ മുകളിൽ ക്ഷേത്രങ്ങളും കാര്യങ്ങളും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ കളർഫുൾ ആയിട്ടുള്ള കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. മുമ്പിൽ
അതുപോലെ കാറ്റാടി യന്ത്രത്തിൻ്റെ ഒരു തോട്ടം. നമ്മളിന്നലെ ആ ഒരു മരുതകമലയിലെ മുകളിൽ കയറിയപ്പോൾ ഒരു തോട്ടം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ തോട്ടം നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് ഇവിടുന്ന് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ இந்த ஊருக்கு നമുക്ക് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കാറ്റാടി യന്ത്രമാണ്. കാറ്റാടി பார்க்கலையே காணிச்சு தரதோ. அப்போ இந்த பஸ்ஸுக்கு முன்னாடி எனக்கு காറ്റാടി யந்திரம் பார்க்க முடியாது. அசல வந்து காറ്റാടി யந்திரத்தை காப்பாத்து நோக்கிறது. നമ്മളങ്ങനെ തിരുനെൽവേലി എത്തിയിരിക്കുകയാണ്. മധുരയിലുള്ള ബസ്സിൽ കയറിയിട്ട് തിരുനെൽവേലി അടുത്ത സ്റ്റോപ്പാണ് മധുരയും കാര്യങ്ങളൊക്കെയാണ്. ബസ്സിൽ ഏകദേശം 10 പേരെ ഉണ്ടായിട്ടുള്ളൂ. ബസ്സും കാര്യങ്ങളൊക്കെ വെറും കാലും കാര്യങ്ങളൊക്കെയാണ്. അസലമേ തിരുനെൽവേലി കാണാനല്ലേ? തിരുനെൽവേലി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാട്ടോ തിരുനെൽവേലി ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ടാണ് നമ്മളുള്ളത്. അപ്പോൾ നമുക്ക് ബസ് സ്റ്റാൻഡിലെ കാഴ്ച കാണാം. ഇന്ന് ബന്ധായത് കൊണ്ട് ചെറിയ രീതിയിൽ നമ്മുടെ ഇവിടെയൊക്കെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാട്ടോ ഇവിടെ AC ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വന്ന ബസ് ഇതാണ്ട് ഇവിടെ കിടക്കുകയാണ്. ഒരു അടിപൊളി സ്ഥലം കേട്ടോ. അപ്പോൾ ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 150 കിലോമീറ്റർ ദൂരമുണ്ട് നമ്മുടെ മധുരയിലോട്ട് കേട്ടോ. നമ്മളങ്ങനെ ഏകദേശം ഒരു 5-6 മണിക്കൂർ ഓട്ടത്തിന് ശേഷം നമ്മൾ നൈസായിട്ട് മധുരയിലെത്തിയിരിക്കുകയാണ്. മധുരയിൽ ആ ഒരു ടൗണിലും കാര്യങ്ങളും വളരെ തിരക്ക് പിടിച്ച ടൗണും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ബസ് ട്രാഫിക് ബ്ലോക്കിൽ പെട്ടിരിക്കുകയാണ്. ഇതാട്ടോ മധുര ടൗണിൻ്റെ ഒരു സംഭവം കേട്ടോ. അപ്പോൾ നല്ല തിരക്കാണ്. വൈകുന്നേരം 6 മണി ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കും ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ബസ് നേരെ ഇവിടുന്ന് ബസ് സ്റ്റാൻഡിലേക്ക് നീങ്ങുകയാണ്. കണ്ടോ, ഇതാണ് മധുരൈ കോർപ്പറേഷൻ്റെ കീഴിലുള്ള ബസ് ടെർമിനലാണ് കേട്ടോ ഇത്. ഇഷ്ടംപോലെ ബസ്സുകളും ഒരുപാട് ഇൻ്റർനാഷണൽ അല്ല ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഔട്ട് ഓഫ് സ്റ്റേറ്റ് ബസ്സുകളും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് അവൈലബിൾ ആണ്. ഇവിടെ നിന്നാണ് ബസ് കിട്ടുക. ഇതിനുള്ളിൽ നിന്നാണ് ബസ് കിട്ടുക. നമ്മളേറെ ബസ് സ്റ്റാൻഡിനുള്ളിലോട്ട് പ്രവേശിക്കുകയാണ്.